വടശ്ശേരി ദാമോദരമേനോൻ സതീശൻ എന്ന ഞാൻ. കേരളം ഇച്ഛാശക്തിയുടെ വിജയാഘോഷത്തിന് സാക്ഷിയായി. ഒരിക്കൽ പോലും മന്ത്രിയായിട്ടില്ലാത്ത മുഖ്യമന്ത്രി, എന്നാൽ പ്രവർത്തന മേഖലയിൽ സുസജ്ജമായ പ്രാതിനിധ്യം തെളിയിച്ച നാടിന്റെ നായകൻ. കേരളത്തിന്റെ 13ാമത്തെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ. ഉറച്ച നിലപാടുകളുടെ മുഖം, തളരാത്ത ശക്തി, അങ്ങനെ വിശേഷണങ്ങൾ ഏറെയാണ് വി.ഡി. എന്ന മുഖ്യന്. സംസ്ഥാനത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തു. വി.ഡി. സതീശന് പുറമെ 21 അംഗ മന്ത്രിസഭയിലെ മറ്റു മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. പുതുമുഖങ്ങൾ ഏറെയുള്ള, യുവാക്കളുടെ സാന്നിധ്യമുള്ള മന്ത്രിസഭ. എന്നാൽ പരിചയസമ്പന്നരായ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെ, കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല എന്നീ നേതാക്കളുടെ സാന്നിധ്യവും അതോടൊപ്പം ഏറ്റവും മികച്ച വകുപ്പുകൾ തന്നെ അവർ കൈകാര്യം ചെയ്യുന്നു എന്നതും ഈ മന്ത്രിസഭയിലെ ശ്രദ്ധേയമായ കാര്യമാണ്. സ്റ്റേഡിയത്തിനകത്തും പുറത്തും വൻ ജനാവലിയാണ് ഈ രംഗത്തിന് സാക്ഷ്യം വഹിച്ചത്. കണക്കുകളിലെ കൃത്യതയിലൂടെ എതിർപക്ഷത്തെ പോലും ഞെട്ടിച്ച് UDFന്റെ വിജയത്തേര് നയിച്ചാണ് വി.ഡി. സതീശൻ സർക്കാരിന്റെ പടനായകനാവുന്നത്. 1/4 നൂറ്റാണ്ടിലെ നിയമസഭാ സാമാജിക പരിചയവും വികസന രംഗത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടും ദീർഘവീക്ഷണവും ചരിത്രമാറ്റത്തിന് ആക്കം കൂട്ടും എന്നത് ഉറപ്പാണ്. 2001 മുതൽ 5 തവണ പറവൂരിൽ നിന്ന് ജയിച്ചു. പരിസ്ഥിതി സൗഹൃദ രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യുന്നതിനായി രൂപവൽക്കരിച്ച ഹരിത MLA എന്ന കൂട്ടായ്മയിലൂടെയാണ് ശ്രദ്ധേയനാകുന്നത്. നിയമസഭയിൽ എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി ചെയർമാനായും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനായും പ്രവർത്തിച്ചു. 2021 കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കപ്പെടുകയും പ്രതിപക്ഷ നേതാവാകുകയും ചെയ്തു. KSUവിലൂടെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച അദ്ദേഹം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തമിഴ്നാടിന്റെ ചുമതലയുള്ള സെക്രട്ടറിയായും KPCC വൈസ് പ്രസിഡന്റായും പാർട്ടിയിലെ ചുമതലകളും വഹിച്ചിട്ടുണ്ട്. രാഷ്ട്രീയക്കാർക്കിടയിലെ മികച്ച വായനക്കാരൻ കൂടിയാണ് വി.ഡി. സതീശൻ. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്ങിക്കൂടിയ ജനസാഗരത്തെ സാക്ഷിയാക്കിയായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. വൻ കരാഘോഷത്തോടെയാണ് വി.ഡി. സതീശന്റെ സ്ഥാനാരോഹണം സദസ് ആഘോഷമാക്കിയത്. ഇടതുപക്ഷ സർക്കാരിന്റെ 10 വർഷത്തെ ഭരണത്തിൽ പല ക്ഷേമ പ്രവർത്തനങ്ങളിലും വികസന കാര്യങ്ങളിലും നവകേരള നിർമ്മാണത്തിലും ഊന്നിക്കൊണ്ടുള്ള ഭരണമായിരുന്നു. എന്നാൽ അവർ പ്രഖ്യാപിച്ച പല പദ്ധതികളിലും UDFനും പ്രതിപക്ഷത്തിനും ഇടയിൽ നിന്ന് ശക്തമായ എതിർപ്പുകളാണ് ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിലൊരു വിയോജിപ്പ് നിലനിൽക്കുമ്പോഴാണ് അടുത്ത തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷം ഭരണപക്ഷമായി മാറുന്നത്. കൂടാതെ ഇവിടെ യുവാക്കളുടെ ഒരു നേതൃനിര തന്നെ വരുമ്പോൾ VDS പറഞ്ഞ പോലെ ഒരു ഉണർവുള്ള നവകേരളം യുവാക്കളിലൂടെ വരുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. പാർട്ടിക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചും എല്ലാവരെയും ഒന്നിപ്പിച്ചും കൊണ്ടുപോകാനും ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരാനും വി.ഡി. സതീശന് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇനി കേരളത്തിലെ ജനത.